നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റിനെ ലോക്കപ്പിൽ മർദ്ദിച്ച 4 പോലീസുകാർക്കെതിരെ കോടതി കേസെടുത്തു. ഇത് നിയമ ചരിത്രത്തിലെ അപൂർവ നടപടി. സംഭവത്തിൽ കോടതി നടപടികൾ പരിശോധിച്ച ശേഷം കേസിലെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് DIG R ഹരിശങ്കർ. സ്കൂൾ പരിസരത്തെ സ്ഫോടനം. കല്ലേക്കാട്ടെ വീട്ടിൽ നിന്നും പോലീസ് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു. വീട്ടുടമ ഉൾപ്പെടെ 3 പേർ കസ്റ്റഡിയിൽ. വടക്കന്തറ വ്യാസ വിദ്യാപീഠം പ്രൈമറി സ്കൂൾ പരിസരത്തുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത് കല്ലേക്കാട് സ്വദേശി സുരേഷിന്റെ വീട്ടിൽ നിന്ന്. പാലക്കാട് കല്ലേക്കാട് വീട്ടിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയും BJP-യിലെ ഉന്നതരുടെ പങ്കും അന്വേഷിക്കണമെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. സംഭവത്തിൽ പ്രതികൾക്ക് BJP ബന്ധമുണ്ടെന്ന് CPM ജില്ലാ സെക്രട്ടറി N. സുരേഷ് ബാബു. BJP-ക്കോ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ലെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന രീതിയിലാണ് CPM-ന്റെ ആരോപണമെന്നും C. കൃഷ്ണകുമാർ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ അകാരണമായി മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്ത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ 4 പോലീസുകാർക്കെതിരെ കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തു. നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ അകാരണമായി മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്ത കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ 4 പോലീസുകാർക്കെതിരെയാണ് കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തത്. നിയമചരിത്രത്തിലെ തന്നെ വളരെ അപൂർവമായ നടപടികളിലൂടെയാണ് കോടതി പോലീസുകാരെ പ്രതികളാക്കി കേസെടുത്തത്. 2023 ഏപ്രിൽ മാസം 5-ാം തീയതി ചൊവ്വന്നൂരിൽ വെച്ച് വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത്ത് കാര്യം തിരക്കുകയും ഇത് ഇഷ്ടപ്പെടാതിരുന്ന കുന്നംകുളം സ്റ്റേഷനിലെ SI നൊഹ്മാൻ സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് സ്റ്റേഷനിലെ ഇടിമുറിയിൽ വെച്ച് സബ് ഇൻസ്പെക്ടറും CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവരും ദേഹോപദ്രവം ഏൽപ്പിക്കുകയുമായിരുന്നു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന് വ്യാജ FIR ഉണ്ടാക്കി സുജിത്തിനെ ജയിലിലടയ്ക്കാനായിരുന്നു പോലീസ് നീക്കം. എന്നാൽ വൈദ്യപരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിച്ചു. തുടർന്ന് കോടതിയുടെ നിർദ്ദേശാനുസരണം വൈദ്യപരിശോധനയിൽ പോലീസ് ആക്രമണത്തിൽ സുജിത്തിന്റെ ചെവിക്ക് തകരാർ സംഭവിച്ചു എന്നും
കേൾവിക്കുറവുണ്ടെന്നും കണ്ടെത്തി. തുടർന്ന് സുജിത്ത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുകയായിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ സുജിത്തിനെ 5 പോലീസുകാർ ചേർന്ന് മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ ലഭ്യമായി. പോലീസിനെതിരെ സുജിത്ത് നടത്തിയ ധീരമായ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് പോലീസുകാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് കുന്നംകുളം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് L. ജയന്ത് ഉത്തരവിട്ടത്. ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഞാനൊരു ക്ഷേത്രത്തിലെ ശാന്തിക്കാരനും കൂടിയിട്ടാണ്. അന്ന് ഒരു പൂരത്തിൻ്റെ ഒരു വൈകിട്ട് സമയത്ത് കമ്മിറ്റിയുടെ വീഡിയോ കാര്യങ്ങളും കാണാനൊക്കെ വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ പോലീസ് വന്നിട്ട് അവിടെ കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കാനുണ്ടായത്, വാക്കാറുണ്ടായത്. അപ്പോൾ പേടിയ കാരണം നമ്മൾ വിളിച്ചിട്ട് പോലീസിനായിട്ട് സംസാരിക്കേണ്ട സമയത്താണ് എൻ്റെ കോളർ പിടിച്ച് വലിച്ച് ജീപ്പിൽ കയറ്റിയിട്ട് നേരം കൊണ്ട് കൊടുക്കുന്നത്. അവരുടെ എല്ലാവരുടെയും ഒഴിവാക്കിയിട്ട് എൻ്റെ മാത്രമേ കൊടുന്നത്. ഇവിടെ കൊണ്ടുവരുമ്പോൾ സജീവൻ എന്ന് പറഞ്ഞൊരു പോലീസുകാരനായിരുന്നു. ആള് ഒന്നിയൂർ ജംഗ്ഷൻ്റെ അവിടെ വെച്ചിട്ട് എന്നെ തല്ലിയിട്ടുണ്ടായിരുന്നു. ബാക്ക് ഡോർ തുറന്നിട്ട് തല്ലിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതൊക്കെ CCTV കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ജീപ്പ് കയറി വരണേക്കായിട്ട് തൊട്ട് മുന്നേ ആളോളം നടന്നു വരുന്ന ദൃശ്യങ്ങളൊക്കെ. അതിനുശേഷം സ്റ്റേഷനിൽ വന്നതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് 5 പേരും കൂടി നല്ല ക്രൂരമായിട്ട് ശ്രദ്ധിക്കാനുണ്ടായിട്ടുണ്ട്. സുജിത്തിനു വേണ്ടി കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് CB രാജീവ് ഹാജരായി. പോലീസുകാർ തന്നെ പ്രതികളായതിനാൽ കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും തുടർ നടപടികൾ. സംഭവത്തിൽ ആദ്യ ദിനങ്ങളിൽ തന്നെ SI അടക്കം 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ലഭിച്ചിരുന്നു. SI നുഹ്മാൻ, CPOമാരായ ശശിധരൻ, സന്ദീപ്, സജീവൻ എന്നിവരെയാണ് വിവിധ സ്റ്റേഷനുകളിലേക്ക് സ്ഥലം മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും സേനാതലത്തിലുള്ള അച്ചടക്ക നടപടിയാണ് സ്വീകരിച്ചതെന്നും DIG R. ഹരിശങ്കർ പറഞ്ഞു. കോടതിയിൽ ക്രിമിനൽ നടപടിക്രമങ്ങൾ തുടർന്നു വരികയാണ്. കോടതി നടപടി പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും DIG പറഞ്ഞു. പാലക്കാട് കല്ലേക്കാട്ടെ വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു. വടക്കന്തറ വ്യാസ വിദ്യാപീഠം പ്രൈമറി സ്കൂൾ പരിസരത്ത് നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം നടത്തിയ റെയ്ഡിലാണ് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത്. കല്ലേക്കാട് സ്വദേശി സുരേഷിന്റെ വീട്ടിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത്. 24 ഡിറ്റനേറ്റർ, പന്നിപ്പടക്കം, ഗുണ്ട്, തിര എന്നിവയാണ് കണ്ടെത്തിയത്. സ്കൂൾ പരിസരത്തെ സ്ഫോടനത്തിന് പിന്നിൽ RSS ആണെന്നും RSS കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്യണമെന്നും CPM ആവശ്യപ്പെട്ടിരുന്നു. കിണർ പണിക്കാരനായ സുരേഷിനെ സുഹൃത്തുക്കളായ മറ്റ് 2 പേരാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്. 3 പേരും പോലീസ് കസ്റ്റഡിയിലാണ്. സുരേഷിന് സ്ഫോടക വസ്തുക്കൾ കൈമാറിയവർക്ക് BJP ബന്ധമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇക്കഴിഞ്ഞ 20-നാണ് വ്യാസ വിദ്യാലയത്തിന് സമീപം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കലക്കട വീട്ടിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികൾക്ക് BJP ബന്ധമെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ മണ്ണാർക്കാട് റിയാസ് തച്ചമ്പാറയെ CPM സംരക്ഷിക്കുമെന്നും സുരേഷ് ബാബു പാലക്കാട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞു. സ്ഫോടക വസ്തു കണ്ടെത്തിയ കേസിൽ പിടിയിലായ പ്രതി BJPയുടെ പ്രവർത്തകനാണ്. പ്രതി സുരേഷിന്റെ പ്രദേശം RSS സ്വാധീന മേഖലയാണ്. സംഘപരിവാർ ശക്തി കേന്ദ്രങ്ങളിൽ ബോംബ് നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. ബോധപൂർവമായ കലാപ ആഹ്വാനത്തിനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് അവസാനിപ്പിക്കണമെങ്കിൽ RSS കേന്ദ്രങ്ങളിൽ റെയ്ഡ് ആവശ്യമാണ്. RSSന്റെ കാര്യാലയം RSSന്റെ കേന്ദ്രങ്ങളും റെയ്ഡ് ചെയ്യണമെന്നുള്ള ആവശ്യം ഇപ്പോഴും ഞാൻ ആ കാര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിലൊന്നും യാതൊരു അഭിപ്രായ ഭിന്നതയും എനിക്കിപ്പോഴും വന്നിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ഈ സുരേഷുമായി ബന്ധപ്പെട്ട കേന്ദ്രം RSSന്റെയാണ്. RSSന് സ്വാധീനമുള്ള മേഖലയാണ്. സുരേഷിന്റെ മുൻവശത്തെ വീടാണ് BJPയുടെ മണ്ഡല പ്രസിഡന്റ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ എല്ലാം മുൻവശത്തെ വീടുകളിൽ അത്യാവശ്യം കാര്യങ്ങൾ നമുക്കൊക്കെ അറിയില്ലേ? അവിടെ നടക്കുന്ന ഏതെങ്കിലും വഴിവിട്ട കാര്യങ്ങൾ നമ്മുടെ വീട്ടിന് മുമ്പിൽ തന്നെ നടക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണെന്നിരിക്കട്ടെ, ആ പാർട്ടിയിൽപ്പെട്ട ഒരാൾ തന്നെ നമ്മുടെയൊക്കെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരാളുടെ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുമല്ലോ. ഞാൻ പറയുന്നത്, ഇപ്പോഴും പറയുന്നത്, RSSന്റെ കേന്ദ്രങ്ങൾ നല്ലതുപോലെ പോലീസ് പരിശോധന നടത്തണം. അത് പിടിയിലായ സുരേഷ് RSS സജീവ പ്രവർത്തകനാണെന്ന തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ സ്ഫോടക വസ്തു പിടികൂടിയ സംഭവം ലഘൂകരിക്കാനുള്ള ശ്രമം പോലീസിൽ തന്നെ നടക്കുന്നുണ്ട്. പോലീസിൽ RSS നിയന്ത്രിക്കുന്നവരാണ് ഇതിന് പിന്നിൽ. ഉദ്യോഗസ്ഥർ RSSന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചാൽ കാണാമെന്നും സുരേഷ് ബാബു പറഞ്ഞു. കോൺഗ്രസ് പുറത്താക്കിയ റിയാസിന്റെ പേരിൽ ലൈംഗിക പീഡന പരാതിയില്ല. റിയാസ് തുടക്കത്തിൽ പാർട്ടി പ്രവർത്തകനായി തുടരുമെന്നും സുരേഷ് ബാബു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
കലക്കാട് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവം ഗൂഢാലോചനയും BJPയിലെ ഉന്നതരുടെയും പങ്ക് അന്വേഷിക്കണമെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. തെരഞ്ഞെടുപ്പ് അട്ടിമറി ലക്ഷ്യമിട്ടാണ് സ്ഫോടക വസ്തു ശേഖരമെന്ന കോൺഗ്രസ് സംശയം ബലപ്പെടുകയാണെന്നും തങ്കപ്പൻ പാലക്കാട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞു. സ്ഫോടക വസ്തുക്കൾ ആര് എത്തിച്ചുവെന്നും എന്തിനെ എത്തിച്ചുവെന്നും പിന്നിൽ ആരാണെന്നും സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണം. പാലക്കാടൻ ജനതയുടെ സ്വൈര്യ ജീവിതവും സമാധാനവും ഉറപ്പുവരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും A. തങ്കപ്പൻ ആവശ്യപ്പെട്ടു. നടന്നിട്ടുള്ള സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പിടിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ സുരേഷ്. ഈ സുരേഷ് BJP കൈയൊഴി എപ്പോൾ വേണമെങ്കിൽ കഴിയും. കാരണം ആ സ്കൂളിൻ്റെ പശ്ചാത്തലവും അതിൽ പ്രവർത്തിക്കുന്നതും മുഴുവൻ RSS ക്യാമ്പും RSS ബന്ധപ്പെട്ട ആളുകളാണ്. അന്നേ ഞങ്ങൾ പറഞ്ഞു ഇത് പാലക്കാട് ജില്ല ഒരു ബോംബിൻ്റെ സംസ്കാരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്ന്. പാലക്കാട് അങ്ങനെയുള്ള ഒരു ജില്ലയല്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് തന്നെ അത് ക്വിക്കായിട്ട് പോലീസ് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുകയാണ്. ഈ സംഭവം ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്, ഈ പിടിച്ചു പറഞ്ഞ ആളുടെ വീട്ടിലാണ് ഇപ്പോൾ 12 ബോംബ് കണ്ടെത്തി പറയുന്നത്. 100% ആ ചുറ്റുപാടും അതുപോലെ തന്നെ ഹൗസ് സ്കൂൾ കൈകാര്യം ചെയ്ത് നോക്കുക BJP RSSകാർ പങ്കെടുക്കുക. അതുകൊണ്ട് തന്നെ അവർ തന്നെയാണ്. നമുക്ക് ഇദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ ബോംബ് ഇങ്ങനെ ഉണ്ടാക്കാൻ കാരണം എന്താണ്, അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് തോന്നിയത്, അത് കൊണ്ടുവരാനുള്ള ലക്ഷ്യം എന്താണ്. ഞങ്ങൾ സംശയിക്കുന്നത് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട്ടെ സ്കൂളിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച നടന്ന അറസ്റ്റിലും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതിലും BJPക്കോ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ലെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന രീതിയിലാണ് ഇപ്പോൾ CPMന്റെ ആരോപണമെന്നും C. കൃഷ്ണകുമാർ പാലക്കാട്ട് പറഞ്ഞു. മൂത്തന്തറ സ്കൂളിൽ സ്ഫോടക വസ്തു കണ്ടെത്തിയ വിഷയവുമായി ബന്ധപ്പെട്ട് കല്ലേക്കാട് നിന്നും 3 പേരെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ BJP RSS സംഘടനകളുടെ ബന്ധം ആരോപിച്ച് CPM നടത്തിയ പ്രതികരണത്തോടെയായിരുന്നു കൃഷ്ണകുമാറിന്റെ പ്രതികരണം. പോലീസ് കസ്റ്റഡിയിലുള്ള സുരേഷിന് BJPയുമായി യാതൊരു ബന്ധവുമില്ല. സുരേഷിന്റെ ബാക്ക്ഗ്രൗണ്ടിനെക്കുറിച്ച് പോലീസ് മുൻവിധിയില്ലാതെ അന്വേഷിക്കണം. സുരേഷ് പാറപൊട്ടിക്കലും കിണർപ്പണിയും ചെയ്യുന്ന ആളാണ്. അയാളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ് പിടികൂടിയത്. സ്വാഭാവികമായിട്ടും CPM അതല്ല ആരോപിക്കും. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്നുള്ള രീതിയിലല്ല CPMന്റെ ആരോപണം. ഈ പോലീസ് കസ്റ്റഡിയിലെടുത്ത സുരേഷിന് ഞങ്ങളുടെ പ്രസ്ഥാനവുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയായിട്ടൊന്നും യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. സുരേഷിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് അന്വേഷിക്കട്ടെ. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ നേരത്തെ സ്കൂളിൽ സ്ഫോടനം ഉണ്ടായ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ഇതിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണമെന്ന്. സുരേഷ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് സുരേഷ് കോറിയിൽ പാറ പൊട്ടിക്കാൻ പോകുന്ന ആളാണ്. അതുപോലെ തന്നെ കിണർ കുഴിക്കാനെല്ലാം പോകുന്ന ആളാണ്. അപ്പോൾ പാറ പൊട്ടിക്കാനായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനമാണെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. പോലീസ് സാക്ഷികളായി എടുത്ത 2 പേർ ഉണ്ണികൃഷ്ണനും നൌഷാദിനെയും പിന്നീട് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അവരെ മാധ്യമങ്ങളാണ് പ്രതിയായി ചിത്രീകരിക്കുന്നത്. മാധ്യമങ്ങൾ അവരെ പ്രതിയാക്കേണ്ടതില്ല, അവർ സാക്ഷികൾ മാത്രമാണ്. സുരേഷിനോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളുടെ പേര് നൌഷാദ് എന്നാണ്. മറ്റൊരാളുടെ പേര് അറിയാനുള്ള ശ്രമത്തിലാണ് BJP. സുതാര്യമായ അന്വേഷണം ഉണ്ടാകണമെന്നാണ് ആവശ്യം. അല്ലാതെ RSSനെയും BJPയെയും പ്രതിസ്ഥാനത്താക്കാനുള്ള അന്വേഷണമായാൽ അനുവദിക്കില്ല. അവർ രണ്ടാളും നിങ്ങൾക്ക് പോലീസിനോട് ചോദിക്കാം. അവർ രണ്ടാളെയും വിറ്റ്നസ് ആയിട്ടാണ് പോലീസ് എടുത്തിരിക്കുന്നത്. ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സുരേഷിനോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളുടെ പേര് നൌഷാദാണ്. മറ്റാളുടെ പേര് ഞങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ പേര് കൂടി ഞങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ പ്രതികൾ ആരാണെന്നുള്ളത് ആണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ അതേ നിലപാട് തന്നെയാണ്. വളരെ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം. BJPക്കോ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കോ സ്ഫോടക വസ്തു പിടികൂടിയതിലോ പ്രതികളുമായോ യാതൊരു ബന്ധവുമില്ല. പോലീസ് പിടികൂടിയ സുരേഷിന് എന്തെങ്കിലും BJP ചുമതലയോ പ്രധാനപ്പെട്ട കാര്യങ്ങളോ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ തങ്ങൾ ഈ കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഉണ്ണികൃഷ്ണനും നൌഷാദിനും ഒപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട മൂന്നാമനെക്കുറിച്ച് കൂടി അറിഞ്ഞതിനു ശേഷം ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പരുത്തിപ്പുറ വൈഷ്ണവം ട്രസ്റ്റിൻ്റെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി കാലകേയവധം കഥയിൽ കഥകളി അരങ്ങേറി. പരുത്തിപ്പുറ കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്ര ഓഡിറ്റോറിയത്തിലായിരുന്നു കഥകളി. നിരവധി പേർ കഥകളി ആസ്വദിക്കാൻ എത്തിയിരുന്നു. ആര്യൻ എസ് ഭദ്ര എന്നിവരുടെ പുറപ്പാടോടുകൂടിയാണ് കാലകേയവധം കഥകളിക്ക് തുടക്കം.
തുടർന്ന് കാലകേയവധം കഥകളി അരങ്ങിലെത്തി. ഡോക്ടർ PM ദാമോദരൻ കഥകളിയിൽ മുഖ്യവേഷമായി രംഗത്തെത്തി. നിരവധി പേർ കഥകളി ആസ്വദിക്കാനെത്തിയിരുന്നു. കഥകളി അവതാരകരെ പ്രൊഫസർ നീലകണ്ഠൻ ചടങ്ങിനെ പരിചയപ്പെടുത്തി. സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ച കലാമണ്ഡലം വേണി ടീച്ചറെ ചടങ്ങിൽ വൈഷ്ണവ ട്രസ്റ്റ് ആദരിച്ചു. ഡോക്ടർ KP ശ്രീദേവി, PV ആര്യ ടീച്ചർ, TM ഉഷ, VT ബിന്ദു, കവിത ടീച്ചർ, ഷീജ, സുജാത എന്നിവരുടെ നേതൃത്വത്തിലാണ് പൊന്നാടയും ഉപഹാരം നൽകി വേണി ടീച്ചറെ ആദരിച്ചത്. ചടങ്ങിന് മറുപടിയായി വേണി ടീച്ചർ സംസാരിച്ചു. പരുത്തിപ്പറ വൈഷ്ണവം ട്രസ്റ്റിൻ്റെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായാണ് പരുത്തിപ്പറ കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ കഥകളി സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. SNDP യോഗം ഒറ്റപ്പാലം യൂണിയൻ 171ാമത് ശ്രീനാരായണ ഗുരു ദേവജയന്തി ആഘോഷം സെപ്റ്റംബർ 7 ഒറ്റപ്പാലത്തെ ഗുരുനഗറിൽ നടക്കും. സാംസ്കാരിക സമ്മേളനം, ഘോഷയാത്ര തുടങ്ങിയ പരിപാടികളോടെയാണ് ആഘോഷമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അനുദിനം സംഘർഷഭരിതമായി കൊണ്ടിരിക്കുന്ന നാടിനെ സമാധാനത്തിൻ്റെ പാതയിലെത്തിക്കാനുള്ള ഏകമാർഗം ഗുരുദർശനത്തിൽ ഊന്നിയുള്ള ജീവിതമാണെന്ന തിരിച്ചറിവിൽ ലോകമെത്തി നിൽക്കുന്ന വേളയിലാണ് ഈ വർഷത്തെ ഗുരുദേവ ജയന്തി ആഘോഷം കൊണ്ടാടുന്നതെന്ന് SNDP താലൂക്ക് യൂണിയൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ഒറ്റപ്പാലത്തെ ഗുരുനഗറിൽ വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. സെപ്റ്റംബർ 7 വൈകുന്നേരം വർണ്ണശബളമായ ഘോഷയാത്ര നടക്കും. വൈകിട്ട് 3:30 ഒറ്റപ്പാലം ടൗണിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര 4 മണിക്ക് ഗുരുനഗറിൽ എത്തിച്ചേരും. സാംസ്കാരിക സമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് MP VK ശ്രീകണ്ഠൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സെപ്റ്റംബർ 7 തീയതി ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒറ്റപ്പാലം താലൂക്ക് SNDP യൂണിയൻ്റെ നേതൃത്വത്തിൽ ഈ പ്രാവശ്യം ഒറ്റപ്പാലം ടൗണിൽ വെച്ചാണ് ഇതിൻ്റെ ഘോഷയാത്രയും പൊതുസമ്മേളനവും സാംസ്കാരിക സമ്മേളനവും നടത്താൻ പോകുന്നത്. അതിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 7 തീയതി കാലത്ത് ശാഖകളിലുള്ള പരിപാടികൾ, ഗുരുപൂജ, പായസ വിതരണം, മറ്റ് ആഘോഷ പരിപാടികളൊക്കെ വിവിധ ശാഖകളിൽ, യൂണിയൻ്റെ കീഴിലുള്ള ശാഖകളിലൊക്കെ നടത്തിയതിന് ശേഷം 2 മണിക്ക് ശേഷം ഒറ്റപ്പാലം ടൗണിൽ വന്ന് 3:30 കണ്ണിയമ്പുറം ഊട്ടുപുര ഗണപതി ക്ഷേത്ര പരിസരത്ത് നിന്ന് ഘോഷയാത്ര ആരംഭിക്കും. ഗുരുദേവൻ്റെ ഛായാചിത്രം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയിൽ വിവിധ പതാകകൾ, വിവിധ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള അംഗങ്ങൾ, ശ്രീനാരായണീയർ കൂട്ടമായി പങ്കെടുത്തുകൊണ്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഘോഷയാത്ര കണ്ണിയമ്പുറം ഊട്ടുപുര ഗണപതി ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ചിട്ട് ഒറ്റപ്പാലം ടൗണ് ചുറ്റി ഗുരുനഗർ ആയിട്ടുള്ള ഈസ്റ്റ് ഒറ്റപ്പാലത്തെ സമ്മേളന നഗരിയിൽ എത്തിച്ചേരും. വാർത്താ സമ്മേളനത്തിൽ താലൂക്ക് SNDP യൂണിയൻ സെക്രട്ടറി CC ജയൻ, ആക്ടിംഗ് പ്രസിഡന്റ് M അരവിന്ദാക്ഷൻ, വൈസ് പ്രസിഡന്റ് C സതീശൻ, യൂണിയൻ കൗൺസിലർ സോമസുന്ദരൻ, സ്വാഗത സംഘം ചെയർമാൻ TR ജോഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലക്കിടിയിൽ വാതിൽ പൊളിച്ച് മോഷണം, 3.5 പവൻ നഷ്ടമായി. വീട്ടുകാർ ബാംഗ്ലൂരിലേക്ക് യാത്ര പോയ സമയത്താണ് കവർച്ച നടന്നത്. ലക്കിടി രഞ്ജു കൃഷ്ണയിൽ രാധാകൃഷ്ണൻ്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. രാധാകൃഷ്ണനും ഭാര്യ തങ്കമണിയും കഴിഞ്ഞ വ്യാഴാഴ്ച ബാംഗ്ലൂരിലേക്ക് പോയിരുന്നു. ഇന്നലെ രാവിലെ ജോലിക്കാരി വീട് വൃത്തിയാക്കാനെത്തിയപ്പോഴാണ് വീടിൻ്റെ വാതിൽ പൊളിച്ച നിലയിൽ കണ്ടത്. വീട്ടുകാർ ഉച്ചകഴിഞ്ഞ് സ്ഥലത്തെത്തിയതോടെ നടത്തിയ പരിശോധനയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 3.5 പവൻ്റെ സ്വർണ്ണാഭരണങ്ങളും 1500 രൂപയും നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. 2.25 പവൻ്റെ മാലയും 1.25 പവൻ്റെ വളയുമാണ് കാണാതായിരിക്കുന്നത്. മറ്റു വസ്തുക്കളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടത്. വീടിൻ്റെ പുറത്ത് സ്ഥാപിച്ച CCTV ക്യാമറകൾ
നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. CCTV ഹാർഡ് ഡിസ്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുൻവശത്തെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിരിക്കുന്നത്. ശനിയാഴ്ചയാണ് ജോലിക്കാരി ഒടുവിൽ വീട്ടിലെത്തിയത്. 2 ദിവസം ഇവർ വന്നിരുന്നില്ല. മോഷണം എന്ന് നടന്നു എന്നത് വ്യക്തമായിട്ടില്ല. ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. രാഹുൽ ഗാന്ധിയുടെ വോട്ട് അവകാശ യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ ഷൊർണൂരിലും മണ്ണൂരിലും ഐക്യദാർഢ്യ പരിപാടികൾ നടത്തി. ഷൊർണൂരിൽ നൈറ്റ് മാർച്ചും മണ്ണൂരിൽ ഐക്യദാർഢ്യ പൊതുയോഗവും പ്രകടനവുമാണ് സംഘടിപ്പിച്ചത്. മണ്ണൂരിൽ പ്രകടനത്തിന് ശേഷം പള്ളിപ്പടിയിൽ നടന്ന ഐക്യദാർഢ്യ പൊതുയോഗം മണ്ഡലം പ്രസിഡന്റ് PK അശ്വജിത്ത് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ PC രവികുമാർ, M ശിവപ്രകാശ്, PA സക്കറിയ, ഫൈസൽ, INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് PC പ്രീദത്ത്, മണ്ഡലം പ്രസിഡന്റ് VM അബൂബക്കർ സിദ്ദിഖ്, PK പ്രമേഷ്, KR മീനാകുമാരി, CK തങ്കമണി എന്നിവർ സംസാരിച്ചു. ആൾക്കാരുടെ പേരുകൾ നിറച്ചുകൊണ്ടുള്ള ഒരു വോട്ടർ പട്ടികയാണ് ഇവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടു കാണും, ഈ ഓഗസ്റ്റ് 15 അല്ല, ഇതിനു മുമ്പുള്ള ഓഗസ്റ്റ് 15-ന് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ കൊടി ഉയർത്തിയപ്പോൾ അദ്ദേഹം ഒരു വാചകം പറഞ്ഞിരുന്നു, അടുത്ത സ്വാതന്ത്ര്യ ദിനത്തിലും ഞാൻ ഈ ചെങ്കോട്ടയിൽ വെച്ച് കൊടി ഉയർത്തുമെന്നുള്ളത്. അത് ഞങ്ങൾ ആദ്യം കേട്ടപ്പോൾ അന്താളിച്ചുപോയി. എങ്ങനെ ഒരു ഇലക്ഷൻ പോലും വരാതെ, ഒരു ഇലക്ഷൻ്റെ ഒരു കാര്യങ്ങളും ഇല്ലാതിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹം ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി അടുത്ത ഓഗസ്റ്റ് 15-ന് ചെങ്കോട്ടയിൽ ഞാൻ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രത്തോളം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. വോട്ട് ചോരി യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഷൊർണൂരിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, DCC സെക്രട്ടറിമാരായ K കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, MP സുശീൽകുമാർ, PR പ്രവീൺ, PM മുരളീധരൻ, അബൂബക്കർ, ആഷിഖ്, വിൻസെൻ്റ്, സുരേഷ് ബാബു, ഹരി, രവീന്ദ്രൻ അമ്മാത്ത്, കൃഷ്ണകുമാർ കുറ്റിക്കാട്ടിൽ, അലി, അക്ഷജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. STV ന്യൂസ്, ഷൊർണൂർ, പത്തിരിപ്പാല. സ്വാതന്ത്ര്യ പരിചരണ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം വളരെ വലുതെന്ന് കോങ്ങാട് MLA അഡ്വക്കേറ്റ് K ശാന്തകുമാരി. മണ്ണൂർ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓണാഘോഷവും കിടപ്പ് രോഗികളുടെ ഓണക്കിറ്റ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കിടപ്പ് രോഗികൾക്കും നിർധനർക്കും ആശ്രയ കേന്ദ്രമായ EK നായനാർ ചാരിറ്റി 2 വർഷം കൊണ്ട് നാടിന് മാതൃകയായി മാറിയെന്നും അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA പറഞ്ഞു. പൊതുജനങ്ങളുടെ സഹായം ഉണ്ടാവണം. എല്ലാ വർഷവും നമ്മൾ ഓണക്കിറ്റ് കൊടുക്കുന്നത് പോലെ തന്നെ ഏതാണ്ട് 125-ലധികം വരുന്ന വീടുകളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മുടെ പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമായിട്ടുള്ള നഴ്സുമാരും അവർക്ക് കൊടുക്കേണ്ട പരിചരണവുമായി ബന്ധപ്പെട്ടുള്ള മരുന്ന്, അതുപോലെ തന്നെ അവർക്കെന്തെങ്കിലും പെട്ടെന്ന് മാറ്റേണ്ടി വരികയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ, ഇതെല്ലാം സഞ്ചരിക്കുന്ന ഒരു പാലിയേറ്റീവ് സംവിധാനം ഇവിടെ ശക്തമായി നടത്തുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ കുടുംബാരോഗ്യ ആശുപത്രി അരിമ്പംകുളങ്ങര ചാരിറ്റി സൊസൈറ്റി പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി മുഖ്യാതിഥിയായിരുന്നു. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS അബ്ദുൽ മുത്തലി, TR ശശി, PK ഉണ്ണികൃഷ്ണൻ, NS ബ്രിജേഷ്, V മോഹനൻ, VK മുരളി, SJN നജീബ്, V സുരേന്ദ്രൻ, AA ഷിഹാബ്, M ഉണ്ണികൃഷ്ണൻ, M മുരളി, MC വിശ്വം, അസീസ്, സുരേഷ് ബാബു, സുരേഷ് പീതാംബരൻ, പ്രീത, AK ജയശ്രീ, PC സുമ, ഷെഫീന എന്നിവർ സംസാരിച്ചു. കിടപ്പ് രോഗികൾ, ഹരിതകർമ്മസേന, ആശാവർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, പാചക തൊഴിലാളികൾ, ജനകീയ ഹോട്ടൽ തൊഴിലാളികൾ എന്നിവരടങ്ങുന്ന 300 പേർക്കാണ് സൗജന്യമായി ഓണക്കിറ്റ് വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തരൂർ ഓണം 2025 ശ്രദ്ധേയമായി. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ നിന്നായി 100 കണക്കിന് ആളുകൾ ആഘോഷത്തിൽ പങ്കെടുത്തു. സമാപന സമ്മേളനം മുൻമന്ത്രി AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. തരൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളെയും പങ്കെടുപ്പിച്ചാണ് തരൂരോണം 2025 എന്ന പേരിൽ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്.
പരുത്തിപ്പുള്ളി ഒളപ്പമണ്ണ സ്മാരക മന്ദിരത്തിലും MS കൺവെൻഷൻ സെന്ററിലുമായി നടത്തിയ ആഘോഷ പരിപാടിയിൽ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിൽ നിന്നും കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാവർക്കർമാർ, അംഗൻവാടി വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മെഗാ വടംവലി മത്സരം, പൂക്കള മത്സരം തുടങ്ങി വിവിധ പരിപാടികൾ നടന്നു. രാവിലെ ആരംഭിച്ച മത്സര പരിപാടികൾ രാത്രി വരെ നീണ്ടുനിന്നു. സമാപന സമ്മേളനം മുൻ മന്ത്രി AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഈ സദസ്സിൽ സാന്നിധ്യം ഉറപ്പുവരുത്തിയ ഈ മത്സരത്തിന് പ്രിയപ്പെട്ട പങ്കാളികൾ, സഹോദരന്മാർ, ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഈ രൂപത്തിൽ ഒരു പരിപാടി മാതൃകാപരമായി സംഘടിപ്പിക്കുന്നതിന് PP സുമോദ് MLA അധ്യക്ഷത വഹിച്ചു. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു, കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി, കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ്, വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി, കാവശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് രമേഷ് കുമാർ, പുതുക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന, AV ഗോപിനാഥ്, പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP പൗലോസ്, പഞ്ചായത്ത് അംഗങ്ങളായ ER രാമദാസ്, R രാജേഷ്, പ്രവാസി മലയാളി രവിശങ്കർ എന്നിവർ സംസാരിച്ചു. പൂക്കള മത്സരത്തിൽ പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനം നേടി. വിവിധ മത്സരങ്ങളിൽ ആവേശത്തോടെയാണ് നാട്ടുകാർ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ടിപ്പർ ഓണേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ഓണാഘോഷവും ഓണക്കിറ്റ് വിതരണവും മുണ്ടൂരിൽ നടന്നു. മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും സംഘടനാ രക്ഷാധികാരിയുമായ V ലക്ഷ്മൺ ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവർക്ക് ആ രീതിയിലല്ല. നോക്കൂ, ഇന്ന് നമ്മുടെ ഓണം തിരക്ക്, അതേപോലെ തന്നെ ആളുകൾക്ക് കിട്ടുന്ന ആനുകൂല്യം, വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങളാണ് ഈ വർഷം ഗവൺമെൻറ് കൊടുക്കുന്നത്. ഗവൺമെൻറ് ഇപ്പോൾ എല്ലാ മേഖലകളിലും എല്ലാ ആളുകൾക്കും, ഞാൻ പറഞ്ഞത് നമ്മളെ ഒഴികെ ബാക്കിയുള്ളവർക്കൊക്കെ നമുക്കൊരു തൊഴിലുറപ്പ് തൊഴിലാളികൾ. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുരേഷ് മുണ്ടൂർ അധ്യക്ഷത വഹിച്ചു. KK കൃഷ്ണദാസ്, സന്തോഷ് സാങ്കേതം, KM കൃഷ്ണദാസ്, C സന്തോഷ്, MC രതീഷ് എന്നിവർ പ്രസംഗിച്ചു. CK ഭവദാസൻ സ്വാഗതവും CS മുജീബ് നന്ദിയും പറഞ്ഞു. 100 കുടുംബങ്ങൾക്ക് സൗജന്യമായി ഓണക്കിറ്റ് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമപോരാട്ടങ്ങൾക്കൊടുവിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റിനെ ലോക്കപ്പിൽ മർദ്ദിച്ച 4 പോലീസുകാർക്കെതിരെ കോടതി കേസെടുത്തു. ഇത് നിയമ ചരിത്രത്തിലെ അപൂർവ നടപടി. സംഭവത്തിൽ കോടതി നടപടികൾ പരിശോധിച്ച ശേഷം കേസിലെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് DIG R ഹരിശങ്കർ. സ്കൂൾ പരിസരത്തെ സ്ഫോടനം. കല്ലേക്കാട്ടെ വീട്ടിൽ നിന്നും പോലീസ് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു. വീട്ടുടമ ഉൾപ്പെടെ 3 പേർ കസ്റ്റഡിയിൽ. വടക്കന്തറ വ്യാസ വിദ്യാപീഠം പ്രൈമറി സ്കൂൾ പരിസരത്തുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത് കല്ലേക്കാട് സ്വദേശി സുരേഷിന്റെ വീട്ടിൽ നിന്ന്. പാലക്കാട് കല്ലേക്കാട് വീട്ടിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയും BJPയിലെ ഉന്നതരുടെ പങ്കും അന്വേഷിക്കണമെന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. സംഭവത്തിൽ പ്രതികൾക്ക് BJP ബന്ധമുണ്ടെന്ന് CPM ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു. BJPക്കോ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ലെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന രീതിയിലാണ് CPMന്റെ ആരോപണമെന്നും C കൃഷ്ണകുമാർ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.